രോമാഞ്ചൻ 2 ഉണ്ടോ ഇല്ലയോ? ഒരിക്കൽ ഞാൻ അപൂർവൻ ബോയ്സ് നിർത്താൻ പോയി. ദേവ്ജിക്കും റിയാസ് ഖാനും ഒക്കെ ഒരു ന്യൂ ഫൗണ്ട് ഫാൻഡം ഉണ്ടായിട്ട് ഭയങ്കര പെട്ടെന്ന് മനസ്സിലായത് എനിക്ക് പറ്റുന്ന സാധനം അല്ലാന്ന്. 10-11 വയസ്സുള്ളപ്പോൾ ഞാൻ കുറപ്പടം കാണാൻ തുടങ്ങി. ഞാൻ ഫൗണ്ടേഷൻ ഉണ്ട്. ഭയങ്കര സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട് അതില്. ആ സമയത്ത് രോമാഞ്ചത്തിന് മുന്നേ ഇതൊക്കെ രോമാഞ്ചത്തിന് ഒരുപാട് മുമ്പ്. അപ്പൂപ്പൻ ബോയ്സ് ഞാൻ കളിയാക്കിയ ഒരാൾ പോലും എന്നെ തെറി വിളിച്ചിട്ടില്ല. അപ്പൊ അത് ഇഷ്ടപ്പെട്ടിട്ട് എന്നിട്ട് നമ്മൾ പോയി എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി പെയിന്റ് ഒക്കെ അടിച്ച് എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ദൈവത്തിനോടും ദൈവവിശ്വാസികളോടും. I feel bad for her because she has like lot more potential. ഞാൻ ഇറക്കുന്ന ഏതെങ്കിലും ഒരു പടം 100% പൊട്ടും. അത് ഓഡിയൻസിനോടുള്ള ഡിസ്റെസ്പെക്റ്റ് ആണ്, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനോടുള്ള ഡിസ്റെസ്പെക്റ്റ് ആണ്. Like How cool they are. That will be better. So we are back again with another episode. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ വൺ തിങ്, ഞാൻ ഇങ്ങനെ കോമൻസിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കുന്നില്ല, ഇംഗ്ലീഷ് സംസാരിക്കുന്നു. സി ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഞാൻ വളർന്നതൊക്കെ പുറത്തായതുകൊണ്ട് എനിക്ക് ആ ഒരു ലാംഗ്വേജ് ഫ്ലോ കിട്ടത്തില്ല. സോ അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ആൾക്കാർ വിചാരിക്കുന്ന ഷോ എടുക്കുന്നത് അങ്ങനെയൊന്നുമല്ല. നമുക്ക് നാച്ചുറലി വന്ന ഭാഷയിൽ സംസാരിക്കുന്നു. സോ പെട്ടെന്ന് തന്നെ കത്തില്ല, ലൈക്ക് ഇങ്ങോട്ട് ഓക്കെ മലയാളത്തിൽ ഇങ്ങനെ പറയാം. ആ ഒരു വേർഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഐ എം ട്രൈങ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം നോട്ട് ട്രൈങ്, ഐ എം ട്രൈങ്. So please bear with me and let's get started. So if you are new here, Unscripted ഒരു മലയാളം മൂവിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റാണ്. അതായത് കുറച്ചുകൂടി ഡീപ്പായ കോൺവെർസേഷൻസിന് വേണ്ടി ഒരു നല്ല സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ തുടങ്ങിയ ഒരു പോഡ്കാസ്റ്റാണ്. ആൻഡ് ടുഡേ വി ഹാവ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഗസ്റ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഇസ് സമ്മൺ ഹു ഹാസ് ഗിവൻ എ ന്യൂ പോപ്പ് കൾച്ചർ എലമെൻറ്റ്. നമ്മുടെ മലയാളി ഓഡിയൻസിന് വേണ്ടി ഒരു പുതിയൊരു പോപ്പ് കൾച്ചർ ഒരു ജോണർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരാളാണ്. വി ഹാവ് വിത്ത് ദസ് അനന്തരാമൻ. Hi. Thank you so much for joining us. My pleasure. Yeah, first thing, അനന്തരാമൻ ഒരു മാസ്റ്റേഴ്സ് ഇൻ ഫിസിക്സ് ആണ്. ഓക്കെ, പിന്നെ യു സ്റ്റാർട്ടഡ് മേക്കിംഗ് റോസ്റ്റ് വീഡിയോസ് അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് വഴി. പിന്നെ സിനിമയിലൊക്കെ അഭിനയിച്ചു. പിന്നെ നിസ്സാരം എന്ന് പറഞ്ഞൊരു ചാനൽ വെരി ഷെയർ ഇൻ്റലക്ച്വൽ കോണ്ടന്റ് അതൊന്ന് തുടങ്ങി. ഇപ്പോൾ അത് ഡയറക്ഷനിൽ വരെ എത്തി നിൽക്കുന്നു. ആക്ച്വലി അനന്തരാമൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്? വാട്ട് ഡു യു വോണ്ട് ടു ബി നോൺ ഫോർ? കാരണം മൾട്ടിപ്പിൾ ഹാറ്റ്സ് ഇടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ബട്ട് ഡു യു ഹാവ് ലൈക്ക് ഒരു ഒറ്റ സാധനം ഉണ്ട് ലൈക്ക് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അയ്യോ, എനിക്ക് ഒട്ടും അറിഞ്ഞൂടാ. എനിക്കിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നൊരുത്തനാണെന്ന് അറിയുന്നത് തന്നെ എനിക്ക് അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. ലൈക്ക് നാളെ എൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യും, ഇനി ബാക്കിയെല്ലാം ക്വിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ചോയ്സ് അത്. എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. എല്ലാം ഞാൻ ഒന്നും ഒരു ജോലിയായിട്ട് കാണുന്നില്ല. എല്ലാം എൻ്റെ ഓരോരോ താല്പര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ മോസ്റ്റ് ആൾക്കാർ ഈ കോണ്ടന്റ് ഒക്കെ ചെയ്യുന്നത് സൈഡിൽ എവിടേക്ക് ഒരു സിനിമാ മോഹം ഉള്ളതെന്നും കൂടിയാണ്. അപ്പോൾ അനന്തരാമൻ അങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഒരു സിനിമാ മോഹം ഉണ്ടായിട്ടാണ് ഈ അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് ഒക്കെ തുടങ്ങിയത്? അങ്ങനെയായിരുന്നു? അത് വാസ് ഇറ്റ് ലൈക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് തുടങ്ങാം അങ്ങനെയായിരുന്നു? ഭയങ്കര കാഷ്വൽ ആയിരുന്നു? ഇല്ല, എനിക്ക് ഇപ്പം ഞാൻ സ്കൂൾ കോളേജ് സമയത്തെ ഈ ഡ്രാമയൊക്കെ ചെയ്യായിരുന്നു കുറേ. അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു ആക്ടിങ്ങും പരിപാടിയൊക്കെ. പിന്നെ ഞാൻ ഒരു പോയിന്റിൽ ഒരു ഇൻറ്റേൺഷിപ്പ്, ഒരു ഡെസ്ക് ജോബ് ചെയ്തു ഒരു 6 മാസം. അപ്പോൾ എനിക്ക് ഭയങ്കര പെട്ടെന്ന് മനസ്സിലായത് എനിക്ക് പറ്റുന്ന സാധനം അല്ലാന്ന്. അതുവരെ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. മേ ബി ഇതൊക്കെ എൻ്റെ ഒരു സൈഡ് ഹോബീസ് ആയിരിക്കും, ഞാൻ എന്തെങ്കിലും ഒരു കൺവെൻഷണൽ ജോബ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനായിരിക്കും. പക്ഷേ ഞാൻ ആക്ച്വലി ഒരു 6 മാസം ഒരു അഡ്വർടൈസിങ് ഫേമിൽ വർക്ക് ചെയ്തായിരുന്നു. എനിക്ക് ഭയങ്കര പെട്ടെന്ന് മനസ്സിലായി എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഹോറബിൾ ആയിരുന്നു എനിക്കത്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഓക്കെ എനിക്ക് ഈ ക്രിയേറ്റീവ് ഫീൽഡിലോട്ടായിരിക്കും, അതായിരിക്കും എനിക്ക് താല്പര്യം. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ട് പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയും ഈ ക്രിയേറ്റീവ് സ്പേസിൽ ഏതെങ്കിലും ഒരു കപ്പാസിറ്റിയിൽ വരണമെന്ന്, റൈറ്ററോ ആക്ടറോ എന്തെങ്കിലും ഒരു രീതിയിൽ. അങ്ങോട്ട് ഞാൻ കുറേ നാൾ ഫിലിം സ്കൂളിൽ പോകാൻ വേണ്ടി പ്രിപ്പറേഷനിലായിരുന്നു. അപ്പം കോവിഡ് വന്ന് അത് അടച്ചു. ആ സമയത്ത് ഇതൊക്കെ രോമാഞ്ചത്തിന് ഒരുപാട് മുമ്പ് ഞാൻ FTA പോകാൻ വേണ്ടി ഇങ്ങനെ കുറേ നാൾ പ്രിപ്പയർ ചെയ്യായിരുന്നു. കോവിഡ് വന്ന് അത് FTA എക്സാം നിർത്തിയപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും കോവിഡ് സമയത്ത് എന്തെങ്കിലും ചെയ്യാം, ഓഫീസൊക്കെ ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ തുടങ്ങിയപ്പോൾ അല്ല, ബട്ട് വിചാരിച്ചിരുന്നു ഇങ്ങനെ കത്തും അതായത് ഇത്ര ക്ലിക്കാവുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല? ഒട്ടുമില്ല. ഞാൻ അപ്പൂപ്പൻ ബോയ്സ് ഇങ്ങനെ ബ്ലോ അപ്പ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും നവനീതും ഫ്രണ്ട്സ് എല്ലാവരും ഒരുമാതിരി ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാൻ തുടങ്ങി. അന്ന് അപ്പൂപ്പൻ ബോയ്സ് ബലേവേഷനായിരുന്നു ചാനൽ. കോപ്പിറൈറ്റ് അതിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ കയറാൻ തുടങ്ങി. എന്നിട്ട് കമൻസിലൊക്കെ ഇങ്ങനെ ഭയങ്കര തേറി. ഇപ്പം ഇന്ന് ആൾക്കാർ കുറച്ചുകൂടെ കൂളാണല്ലോ. പണ്ട് നമുക്കിങ്ങനെ നടന്മാരെ ഒന്നും കളിയാക്കാനൊന്നും പറ്റില്ല, ഫാൻസ് ഒന്ന് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ കമൻസിൽ ഭയങ്കര തെറിപ്പോടാ അത് പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അന്നാണ് മനസ്സിലായി ഞാൻ അപ്പൂപ്പൻ ബോയ്സ് തുടങ്ങുമ്പോൾ വിചാരിച്ചു മേ ബി ഒരു 5000-10,000 സബ്സ്ക്രൈബേഴ്സ് മാക്സ്. ബ്ലോ അപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി.
പക്ഷെ യു ഹാഡ് നോ എക്സ്പെക്ടേഷൻ ഇതിപ്പോൾ വർക്ക് ആയില്ലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല അല്ലേ? ഇല്ല അത്രയും ഒന്നും ഒരു ചിന്ത ഞാൻ ഒന്നിനും കൊടുക്കാറില്ല. അപ്പൂപ്പൻ ബേസ് തുടങ്ങുമ്പോഴേ ഞാൻ ആലോചിച്ചിട്ടില്ല ഇത് വർക്ക് ചെയ്യില്ലെങ്കിലും, നിസ്സാരം തുടങ്ങുമ്പോഴേ ഞാൻ ആലോചിച്ചിട്ടില്ല, ഗ്രാനി ചെയ്യുമ്പോഴേ ഞാൻ ആലോചിച്ചിട്ടില്ല ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന്. നമുക്ക് ഇഷ്ടമുള്ള സാധനം അങ്ങ് ചെയ്യുക. എല്ലാം ചെയ്തിട്ട് ഇറങ്ങാൻ നേരത്ത് ടെൻഷൻ ഉണ്ടായിരിക്കും, ഷിറ്റ് ഇത് വർക്ക് ചെയ്യുമോന്ന്. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ പറ്റി ഒന്നും ആലോചിക്കില്ല. അപ്പോൾ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉള്ള ഒരാളാണ് അല്ലേ? ലൈക്ക് വെൻ യു ഡു, അതായത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ലെറ്റ് ഇറ്റ് ബി, അങ്ങനത്തെ ഒരാളാണ് അല്ലേ? എനിക്ക് അറിഞ്ഞൂടെ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടോയെന്ന്. ഒരു ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ചെയ്യുന്ന സാധനത്തിനോട്. അപ്പം ഈ ചെയ്യുന്ന സമയം നമ്മൾ അതിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുന്നില്ല, ഇത് എങ്ങനെ റിസീവ്ഡ് ആവുന്നു. ചെയ്യുന്ന സമയം നല്ല രസമുണ്ട് ചെയ്യാൻ, കൂറപ്പടം കണ്ട് എഡിറ്റ് ചെയ്യാൻ നല്ല രസമുണ്ട്, അല്ലെങ്കിൽ നിസ്സാരത്ത് വായിക്കാൻ രസമുണ്ട്, എഴുതാനോ ഡയറക്റ്റ് ചെയ്യാൻ എല്ലാം രസമുണ്ട്. പിന്നെ അത് ലാസ്റ്റ് ഓഡിയൻസിലോട്ട് എത്തുന്നതിന് ഒരു ഇത്തിരി മുമ്പ് ആ ഒരു ടെൻഷൻ എനിക്കുണ്ട്, ഇത് ഓഡിയൻസ് എങ്ങനെ എടുക്കും എന്നുള്ള. ഓക്കെ ബട്ട് ബിക്കോസ് കാരണം കുറെ ആൾക്കാർ ഇങ്ങനെ തുടങ്ങാത്തതിന്റെ കാരണം തന്നെ ഇങ്ങനെ അയ്യോ അത് വർക്കായില്ലെങ്കിൽ ആ ഒരു തോട്ട് എനിക്കില്ല. കാരണം എനിക്കറിയാം എന്നെ കൊണ്ട് വേറെ ഒരു കൺവെൻഷണൽ ലൈൻ ഓഫ് കരിയർ എനിക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പിന്നെ കൺസേൺഡ് അല്ല ആൾക്കാരെന്ത് വിചാരിക്കണം, എനിക്കിതേ പറ്റുന്ന കാര്യം ചെയ്യാം എന്നുള്ളത്. ബട്ട് അനന്തരാമൻ ആക്ച്വലി ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാളായതുകൊണ്ട് വാട്ട് വാസ് യുവർ ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് മൂവീസ്? അതായത് ആഫ്റ്റർ ഇതൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണല്ലോ കുറേയൊക്കെ, ആഫ്റ്റർ കോളേജൊക്കെ ആയപ്പോഴാണ് കുറച്ചും കൂടി ടച്ചൊക്കെ വന്നത്. ബട്ട് അതിന് മുന്നേ എന്തെങ്കിലും ഒരു ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് സിനിമ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ഇത് it can be bad or good, like watching a B-grade movie, as simple as that also. ഏർലിയസ്റ്റ് മെമ്മറീസ് അല്ല ഈ കൂറപ്പടങ്ങൾ കാണുന്നത്. കാരണം ഈ ഞാൻ ഒരു ഭയങ്കര ചെറുപ്പത്തിൽ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു 10-11 വയസ്സുള്ളപ്പോൾ ഞാൻ കൂറപ്പടം കാണാൻ തുടങ്ങിയത്. ഭയങ്കര സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട് അതിൽ. എൻ്റെ അപ്പൂപ്പൻ കൂറപ്പടം കാണും, എൻ്റെ ചേട്ടൻ കൂറപ്പടം കാണും, എൻ്റെ കസിൻസ് കൂറപ്പടം കാണും, എൻ്റെ ഫ്രണ്ട്സ് കൂറപ്പടം കാണും. ഭയങ്കര ചെറിയ ഏജിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഏർലിയസ്റ്റ് മെമ്മറീസ് എല്ലാം കൂറപ്പടം കാണുന്നത്. ആയിട്ട് ഭയങ്കരമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മളൊരു ബോണ്ടിങ് കൊണ്ടുവരാൻ ഇത് ഭയങ്കര സഹായിച്ചിട്ടുണ്ട് ഈ കൂറപ്പടം കാണുന്നത്. നല്ല സിനിമ കാണുന്ന ഏർലിയസ്റ്റ് മെമ്മറീസ് എല്ലാം ഓബിയസ്ലി ഞാൻ നല്ല പടം കണ്ടിട്ടുണ്ട് ചെറുതായിരിക്കുമ്പോൾ. പക്ഷെ കോളേജിലെത്തിയിട്ടാണ് ഒന്നും പഠിക്കണ്ട, മറ്റേത് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. കോളേജെത്തിയിട്ട് അധികം ഒന്നും പഠിക്കാനില്ല, അല്ല കൈ ലാപ്ടോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ നല്ല സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് നല്ല സിനിമകളുടെ ഒരു ഏർലി സ്ട്രോങ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ കോളേജിലെത്തിയിട്ട. പക്ഷെ അല്ലാണ്ട് കൂറപ്പടത്തിൻ്റെ ഭയങ്കര ഒരു ചെറിയ ഏജ്. ഓക്കെ പക്ഷേ ഇഫ് ഐ ടു ആസ്ക് യു, കാരണം നമുക്ക് അറിയാം അനന്തരാമൻ്റെ കൂറപ്പടത്തിൻ്റെ ലിസ്റ്റൊക്കെ നമുക്ക് ഓഫ് കോഴ്സ് ഇറ്റ്സ് പബ്ലിക്ലി അവൈലബിൾ. പക്ഷേ ഇഫ് ഐ ടു ആസ്ക് യു 3 മൂവീസ് വിച്ച് റിയലി ബ്ലൂ യുവർ മൈൻഡ് ഇൻ എ ഗുഡ് വേ, എന്തായിരിക്കും? കൂറപ്പടം നല്ല പടം, ഗുഡ് വേ, നല്ല പടം വിച്ച് ലൈക്ക് ഒരു ചിലപ്പോൾ ലെറ്റ്സ് സേ ഗ്രാനിയൊക്കെ കുറച്ച് ഇൻസ്പിറേഷൻ ഒക്കെ തോന്നി, അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിനോട് ഒരു ഫാസിനേഷൻ ഒക്കെ തോന്നി, അങ്ങനെ എന്തെങ്കിലും? അതായത് ഒരു സിനിമ എന്ന സംഭവം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ എന്ന് തോന്നിയ ഒരു 3 സിനിമകൾ. ഹൊറർ പറയുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ദ ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് പണ്ട് ഇറങ്ങിയ ഫൗണ്ട് ഫുട്ടേജ് ഹൊറർ. ഭയങ്കര ലോ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാ, പ്രേതത്തിനെ ഒന്നും കാണിക്കുകയില്ല, പക്ഷെ ഭയങ്കര ക്രീപ്പി ആയിരുന്നു. എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര പേടിയായിരുന്നു. മലയാളത്തിൽ എനിക്ക് ഏർലിയസ്റ്റ് ഓർമ്മയുള്ള എനിക്ക് നോക്കത്താ ദൂരത്ത് കണ്ണെന്നിട്ട് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് എനിക്ക് ഭയങ്കര, ഞാൻ അപ്പോൾ അമ്മൂമ്മയുടെ കൂടെ ആയിരുന്നു താമസിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്കൊരു ഭയങ്കര ഒരു സ്ട്രോങ് സെൻസ് ഓഫ് ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ തമിഴിൽ എനിക്ക് ഈ സിനിമ ഇപ്പം ഭയങ്കര ചീസിയാണ്, പക്ഷെ എനിക്ക് വാരണായിരൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. അതൊക്കെ എല്ലാ ആണുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു സിനിമ, എനിക്ക് കുറേ ഇഷ്ടമുള്ള സിനിമ. ഓക്കെ മലയാളത്തിലൊക്കെ യൂസ് ആയിട്ട്, ഹിന്ദിയിൽ അങ്ങനെയൊന്നും കാണാറൊന്നുമില്ല അല്ലേ? ഹിന്ദിയും കാണാറുണ്ട്. ഹിന്ദിയിൽ എനിക്ക് സിന്ദഗി നാമിലേക്ക് ക്ലാസിക്. ഓക്കെ സോ നൗ കമ്മിങ് ടു ഗ്രാനി. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ, 2 മില്യൺ അടിച്ചിരിക്കുകയാണ് ഇത്ര ചെറിയൊരു സമയം കൊണ്ട്, വിച്ച് ഈസ് അമേസിങ്. സോ എന്തുകൊണ്ടാണ് ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിച്ചത്? അപ്പോൾ എന്തുകൊണ്ട് ഹൊററിലേക്ക് പോയി? ബിക്കോസ് ഒന്ന് നല്ല പാടാണ് ഇത് എല്ലാവർക്കും. ഐ തിങ്ക് എപ്പോഴും മലയാളത്തിൽ നല്ലൊരു സ്പേസ് ഉണ്ട്, ആൾക്കാരെ അത് ഫിഗർ ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. ആൻഡ് യു വെൻറ്റ് ആൻഡ് മേഡ് യുവർ ഫസ്റ്റ് മൂവി ആസ് എ ഹൊറർ. അപ്പോൾ എന്തുകൊണ്ടാണ് അതെടുത്തത്? ലൈക്ക് യു കുഡ് ഹാവ് പിക്ഡ് കോമഡി ഓർ എനിത്തിങ് ബട്ട് യു പിക്ഡ് ഹൊറർ. അപ്പോൾ വാട്ട് ഈസ് ദ തോട്ട് ബിഹൈൻഡ് ദാറ്റ്? ഞാൻ കഥ എഴുതാൻ തുടങ്ങിയ 2024 ഞാൻ ഫസ്റ്റ് ഒരു സയൻസ് ഫിക്ഷൻ, ഒരു ടൈം ലൂപ്പ് കോമഡിയൊക്കെ എഴുതി. എന്നിട്ട് ഞാൻ കുറേ അടുത്ത് പിച്ച് ചെയ്തപ്പോൾ ആൾക്കാരെല്ലാം ചെയ്യാമെന്ന് പറയുന്നുണ്ട്, അഗ്രി ചെയ്യുന്നുണ്ട്. ഉള്ളി പ്രോബ്ലം കുറേ ടൈം ലൂപ്പ് സ്ക്രിപ്റ്റ്സ് ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട് അതേ സമയത്ത്. ഈ ടൈം ലൂപ്പിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ബിഗിനിങ്ങിൽ നിന്ന് പറയാം കേട്ടോ, കുറച്ചിങ്ങനെ നീണ്ടു ചിലപ്പം. അപ്പോൾ ഈ ടൈം ലൂപ്പ് കോൺസെപ്റ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾക്കേ ചെയ്യാൻ പറ്റും. ഇത് ഹൈ കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടം ആരും പോയി കാണില്ല. അതുകൊണ്ട് ഞാൻ ഷെൽഫ് ചെയ്തു. ഞാൻ വെച്ചാൽ അടുത്തെന്തെങ്കിലും എഴുതാം. നമ്മളൊരു ഫസ്റ്റ് ടൈമർ ആവുമ്പോൾ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ എന്തെങ്കിലും വേണം കഥയിൽ.
എനിക്ക് വേണമെങ്കിൽ ഒരു കോമഡി എഴുതിക്കൊണ്ട് പോകാം, പക്ഷേ എൻ്റെ കോമഡി എനിക്ക് മനസ്സിലാവും. ഞാൻ വേറൊരാളുടെ അടുത്ത് ആ കോമഡി നറേറ്റ് ചെയ്യുമ്പോഴേക്ക് ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ അപ്പൂപ്പൻ ബോയ്സ്, ഞാൻ പോയി ഒരാളുടെ അടുത്ത് ഒരു പുതിയ ഐഡിയ പറയാണ്, ഈ കൂതറ പടമൊക്കെ ഇല്ല ഞാൻ റിവ്യൂ ചെയ്യാൻ പോവാണ്, അപ്പോൾ അയാൾ പറയുന്നത് നിനക്ക് എന്താ വട്ടാണോ എന്ന് ചോദിക്കും. അതുപോലെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എല്ലാവർക്കും ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനം എഴുതാന്ന് വെച്ചാൽ ഞാൻ ഹൊറർ എഴുതി. ഹൊറർ ആകുമ്പോൾ എല്ലാവർക്കും പേടി വരുമല്ലോ. ഞാൻ ഒരു ഹൊറർ സ്റ്റോറി എഴുതി ഞാനൊരു അത്യാവശ്യം ഫേമസ് ഒരു ആക്ടറിൻ്റെ അടുത്ത് പിച്ച് ചെയ്തു. അപ്പം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി എൻ്റെ അടുത്ത്, ഞാൻ റൈറ്ററായിട്ടാണ് പോയത്, അപ്പം പുള്ളി എൻ്റെ അടുത്ത് പോയത് ഇത് കുറച്ച് എക്സ്പെരിമെൻ്റലാണ്, നീ നിനക്ക് തന്നെ ഡയറക്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ആലോചിച്ച് ഞാൻ ഡയറക്റ്റ് ചെയ്യണം, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഈസണി, ഞാൻ ഇങ്ങനെ ഒരു ഫീച്ചർ ഡയറക്റ്റ് ചെയ്യാൻ. അപ്പം ഞാൻ വെച്ചാൽ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ഞാൻ ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാനൊരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ഉണ്ടാക്കാൻ നോക്കുക കുറേ നാളായിട്ട്. അപ്പം ഞാൻ 3 കഥ എഴുതി ഓൾറെഡി. 3 ഭയങ്കര 8 കഥകൾ എഴുതണം, 8 ജോണർ എഴുതണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിലൊരു കഥയായിരുന്നു ഈ ഗ്രാനി. ഭയങ്കര സിമ്പിൾ സ്റ്റോറീസ് അല്ല. ഞാൻ വെച്ചാൽ ഓക്കെ എൻ്റെ ഓൾറെഡി ഒരു കഥയുണ്ട്, ഇത് ഞാൻ എന്നിട്ട് ഞാൻ അതൊരു സ്ക്രീൻ പ്ലേ ആക്കി. എന്നിട്ട് ഞാൻ എൻ്റെ എഡിറ്റർ, DOP, ക്രിയേറ്റീവ് ഡയറക്ടർ ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. അവരുടെ ഞാൻ പറഞ്ഞപ്പോൾ ഇത് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും. ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യാം. അപ്പം വലിയ പൈസ ചിലവില്ല, അമ്മൂമ്മയല്ലേ കാശ് കൊടുക്കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ പോയി എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി പെയിൻ്റൊക്കെ അടിച്ച് ഷൂട്ട് ചെയ്തു. ഓ നൈസ് നൈസ്. പക്ഷേ ഇത് ഒരു ഹൊറർ ആയതുകൊണ്ട് കുറച്ച് റീസെർച്ചും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. റെഫറൻസസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഹൊറർ ഞാൻ ഭയങ്കര ചെറുപ്പത്തിൽ ഹൊറർ കാണുന്നത്. ഞാൻ ഒരു ആവറേജ് മനുഷ്യൻ കാണുന്നതിന് ഒരുപാട് കൂടുതൽ ഹൊറർ മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര നീഷ് ഹൊറർ മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ജോണർ ഹൊറർ ആയിരിക്കും, ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ലിറ്ററേച്ചർ ഹൊറർ ആയിരിക്കും, ഏറ്റവും കളിച്ചിട്ടുള്ള വീഡിയോ ഗെയിംസ് ഹൊറർ ആയിരിക്കും. അപ്പം എനിക്ക് ഒരുപാട് ഹൊറർ എക്സ്പോഷർ ഉണ്ട് ചെറുപ്പത്തിൽ തന്നെ. അപ്പം എനിക്ക് അങ്ങനെ എനിക്കൊരു ഭയങ്കര ഒരു ഓബ്വിയസ് ചോയ്സ് ആയിരുന്നു ഹൊറർ ചെയ്യാമെന്നുള്ളത്. അത്രയും ഒരു കാരണം നമ്മൾ അനന്തരാമനെ കാണുമ്പോൾ ഒരു കോമഡി നല്ലോണം ചെയ്യുന്ന ഒരാളെ അസ്യൂം ചെയ്തിട്ട് പിന്നെ വി സീ ഓക്കെ യു ആർ മേക്കിംഗ് എ ഹൊറർ മൂവി. ഐ തിങ്ക് അത് ഹൂഎവർ ഹാസ് ഫോളോഡ് യു ഫോർ ലോങ്, എനിക്കൊന്ന് അവർക്കതൊരു ഭയങ്കര ഒരു സർപ്രൈസിങ് എലിമെന്റ് ആയിരുന്നു. ലൈക്ക് ഓക്കെ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ലൈക്ക് ആൾക്കാർക്കത് ബിക്കോസ് ദേ ഹാവ് എ പെർസെപ്ഷൻ ഓഫ് യു, അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഞാനത് മനസ്സിലാക്കി. നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആൾക്കാർ ഇതെങ്ങനെ പെർസീവ് ചെയ്യുന്ന വിചാരിച്ച് ഉണ്ടാക്കുന്ന ഒരു ബാഡ് ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കിഷ്ടമുള്ള സാധനം ഉണ്ടാക്കുക, ആ ടെൻഷൻ പിന്നെ അടിക്കാം. റിലീസ് ആവാൻ പോകുന്നതിന് മുമ്പ് ആലോചിക്കാം ഷിറ്റ് ആൾക്കാർ ഇതെങ്ങനെ എടുക്കുന്നത്. മറ്റേ നമ്മൾ ഒരുപാട് ആലോചിക്കാൻ പോയാൽ നമ്മൾ ഇപ്പം ഞാൻ ഈ ജനറലി നമ്മൾ ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ കഥ പറയാൻ പോകുമ്പോൾ ജനറലി ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓഡിയൻസ് ഇങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനെ എഴുതാം. ഓഡിയൻസ് അങ്ങനെ തിങ്ക് ചെയ്യുന്നത്, അങ്ങനെ എഴുതാം. ഇവിടെ കയ്യടി കിട്ടാൻ ഇങ്ങനെ എഴുതാം. മേ ബി അതൊരു നല്ല ഫോർമുലയായിരിക്കും. പക്ഷേ എനിക്കെന്തോ അത് ഓഡിയൻസ് എന്തോ ഒരു ഭയങ്കര ഒരു റോബോട്ട്സ് ആണെന്ന പോലത്തെ ഉള്ളൊരു മൈൻഡ് സെറ്റാണ്. ഓഡിയൻസിന് ഇങ്ങനെ കൊടുത്ത ഓഡിയൻസ് കൈയടിക്കും, ഓഡിയൻസ് ഇങ്ങനെ ചെയ്താൽ ഓഡിയൻസ് ഇഷ്ടപ്പെടും, ഇത് ഇഷ്ടപ്പെടും. ഓഡിയൻസ് അങ്ങനെയല്ല. ഓഡിയൻസ് ഭയങ്കര ഒരു ഫ്ലൂയിഡ് ഒരു എൻറ്റിറ്റി അല്ലേ, അതിനെ എങ്ങനെ വേണമെങ്കിലും ആവാമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് എന്താ ഇഷ്ടമുള്ളത് ഞാൻ ഒരുപാട് ആലോചിക്കാൻ പോകില്ല. ആണല്ലേ, വിച്ച് ഇസ് വെരി ഗുഡ് ഐ തിങ്ക്. കാരണം അല്ലാണ്ടാകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് പിന്നെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കുറച്ച് കൺഫ്യൂഷൻ ആവും. പിന്നെ ഓൾസോ ഇത് വന്നൊരു ക്വസ്റ്റനാണ്, എനിക്കൊന്ന് കുറച്ച് റിട്ടോറിക്കലും കൂടിയാണ്. അതായത് അനന്തരാമൻ യു സ്പോക്ക് അബൌട്ട് ഏത്തിസം, അത് എങ്ങനെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആൻഡ് യു ആർ എൻ ഏത്തിസ്റ്റ്. അപ്പോൾ ദെൻ യു ഗോ ടു മേക്ക് കൈൻഡ് ഓഫ് എ ഗോസ്റ്റ് സ്റ്റോറി വിച്ച് ഓൾസോ ഹാസ് എ സ്പിരിച്വൽ ഡിവോഷണൽ എലിമെൻറ്റ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അതിനെപ്പറ്റി ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റി, ബിക്കോസ് ഇറ്റ്സ് സംതിങ് അഗൈൻസ്റ്റ് വാട്ട് യു ബിലീവ്. അപ്പോൾ സോ ദാറ്റ് ഇസ് സം ക്വസ്റ്റ്യൻ ദാറ്റ് കെയിം ഫ്രം ദ. ഭയങ്കര സിമ്പിളാണ്. ഇപ്പം ഞാൻ ഏത്തിസ്റ്റ് ആകുമ്പോൾ ആൾക്കാർ നാച്ചുറൽ അസ്യൂം ചെയ്യും എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ദൈവത്തിനോടും ദൈവവിശ്വാസികളോടും. എനിക്കെന്തോ ഭയങ്കര കാര്യമായ ഇല്ലാത്തൊരു സാധനത്തിനോട് എനിക്കെന്ത് പ്രശ്നം, ദൈവം ഇല്ലല്ലോ. അപ്പം പിന്നെ എനിക്കിങ്ങനെ ദൈവത്തിനോട് സ്നേഹമോ വെറുപ്പോ എനിക്ക് ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ന്യൂട്രൽ ഫീലിംഗാണ് ദൈവം എന്ന് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കോർ ബിലീഫിന് എഗൻസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഒരുപാട് ഈ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകളൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ അതൊരു കഥയായിട്ടാണ് വായിക്കുന്നത്. അതുപോലെ എനിക്ക് ഗോസ്റ്റ് സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടം. അതിൽ എനിക്ക് സ്റ്റോറീസാണ്. അപ്പം സ്റ്റോറീസ് ഞാൻ അങ്ങനെ അപ്രോച്ച് ചെയ്യും. അത് ഫിക്ഷനാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എഴുതുക എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല ഏത്തിസത്തിനെ പറ്റി എനിക്ക് ഭയങ്കര ഇപ്പം ചിലർക്ക് മേ ബി ഭക്തിയും ദൈവം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര എഗൻസ്റ്റ് ആയിരിക്കും. എനിക്കങ്ങനല്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. എനിക്കെന്ത് ദേഷ്യം, വാക്യൂമിലോട്ട് നോക്കി ഞാൻ എന്ത് ദേഷ്യപ്പെടാൻ. അപ്പം എനിക്ക് പ്രശ്നമില്ല. ഓൾസോ യു സെഡ് 8 കഥകൾ ഉണ്ടായിരുന്നു അല്ലേ, ലൈക്ക് ടൈം ലൂപ്പിൻ്റെ ഇതൊക്കെ. സോ 8 കഥകളും ലൈക്ക് വാട്ട് എക്സാക്ട്ലി ഈ 8 കഥ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോറീസ്. അതേ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആയിട്ട് ടൈം ലൂപ്പ് ഒക്കെ ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ് ആക്കാൻ വേണ്ടി. ഇത് 8 കഥകൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു
ഒരു കോമഡി, ഒരു ഹൊറർ, ഒരു ക്രൈം, ഇങ്ങനെ ഒരു കിഡ്സ് സ്റ്റോറി, അങ്ങനെ എനിക്ക് ഒരു 8 കഥകൾ എഴുതണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ കഥകൾ ഒന്നും ഭയങ്കര എല്ലാം ഭയങ്കര സിമ്പിൾ സ്റ്റോറീസാണ്, ഷോർട്ട് സ്റ്റോറീസ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കുക നിസ്സാരം ചെയ്യുന്നതുകൊണ്ട് ഈ ഭയങ്കര ഇന്റലക്ച്വൽ സാധനങ്ങളൊക്കെ എഴുതുന്നത് ഭയങ്കര കുട്ടികൾക്ക് വരെ വായിക്കാൻ പറ്റുന്ന സാധനം. ആൾസോ ഗ്രാനി ഒരു ഫീച്ചർ ഫിലിം ഒക്കെ ആക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ വാട്ട് ഹാപ്പൻ, ലൈക്ക് എന്താ അത് മാറ്റി? സോ ഗ്രാനി ആക്ച്വലി ഇതിന്റെ സ്ക്രീൻ പ്ലേ കുറെ കൂടെ എക്സ്റ്റെൻഡഡ്, പർട്ടിക്കുലർലി ഇതിന്റെ ഒരു സബ് പ്ലോട്ട് ഒക്കെ ഉണ്ട്, ഇതിന്റെ ക്ലൈമാക്സ് കുറെ കൂടെ വലുതാ, കുറെ കൂടെ സ്കേറിയറോ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം ആക്കിയ പ്രശ്നം നമ്മുടെ ഈ ബഡ്ജറ്റില്ല, ഇത് ഭയങ്കര കുറെ കാശ് വേണം ഈ സാധനം ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ 30 പേജുള്ള വേർഷനാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു 65 പേജുള്ള വേർഷനുണ്ട്. അപ്പോൾ പിന്നെ ഞാനിതൊരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സിനെ കാണിച്ചപ്പം മൾട്ടിപ്പിൾ പ്രൊഡ്യൂസേഴ്സ് വന്നു ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. സോ എനിക്കൊരു നിർബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാസ്റ്റും ക്രൂവും ചേഞ്ച് ചെയ്യില്ല, ഞാൻ ഇവരെ വെച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഒരു പ്രോബ്ലം മിസ് ആൾക്കാർ എങ്ങനെ തിയേറ്ററിൽ കയറ്റും എന്നുള്ളത്. ലൈക്ക് ലാസ്റ്റ് മൊമെൻറ്റ് ഞാൻ അതാ വിചാരിച്ചാൽ ലൈക്ക് പടം നല്ലതാണ്, പക്ഷേ ആകെ 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ. ആൻഡ് ഒരു അത്ര പോപ്പുലർ, ഓക്കെ രണ്ടുപേരും കണ്ടിട്ടുണ്ട്, ഓഡിയൻസിന് അറിയാം, നല്ല വണ്ടർഫുൾ ആക്ടേഴ്സാണ്. പക്ഷേ തിയേറ്ററിൽ കയറണമെങ്കിൽ ഓഡിയൻസിന് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമം. ഇനി ഒരു അവസരം ഞാൻ നല്ല പടം എടുത്തിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ആൾക്കാർ നല്ല പടമായിരുന്നു പക്ഷെ ആരും കണ്ടില്ല എന്ന് പറയുന്നത് നമുക്ക് ഞാൻ വെച്ച് യൂട്യൂബിൽ ഇറക്കാം, കുഴപ്പമില്ല. ഓൾസോ യു ആർ ഓൺ ദി അതർ സൈഡ്. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ പടങ്ങളൊക്കെ കണ്ട് റോസ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു, മോസ്റ്റ്ലി പടങ്ങൾ കാണുന്ന ഒരാളായിരുന്നു. നൗ ഒരു ബാക്ക് സ്റ്റെപ്പ് എടുത്തിട്ട് ലൈക്ക് യു ആർ ബിഹൈൻഡ് ദ ക്യാമറ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ലൈക്ക് വാസ് ഇറ്റ് ചലഞ്ചിങ്, വാസ് ഇറ്റ് ലൈക്ക് സ്ട്രെയിനിങ്, എങ്ങനെ? കാരണം ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒന്നും അറിയാത്ത യു ആർ ഗോയിങ് ടു മേക്ക് ദിസ് മൂവി, സോ അതിന് കുറേ ഇറ്റ് മസ്റ്റ് ബി ലിറ്റിൽ ഡ്രെയിനിങ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. തുടങ്ങിയ എൻ്റെ 4 ദിവസം ഷൂട്ടിൽ എനിക്ക് ഉറങ്ങുന്ന 2-3 മണിക്കൂറാണ്. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സ്ട്രെസ്സ്. എനിക്ക് ഒട്ടും ലൈക്ക് ഐ വുഡ് ഡു ഇറ്റ് അഗൈൻ, ഐ ഹാവ് നോ പ്രോബ്ലം. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സാധനം, കാരണം എല്ലാം ഭയങ്കര ഒരു നല്ല ടീമാണ്. എനിക്ക് തോന്നിയത്, എനിക്ക് സിനിമയിലുള്ള വളരെ ചെറിയ എക്സ്പീരിയൻസ് വെച്ച് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുന്ന അത് ആ സെറ്റിലെ ഡയറക്ടറിൻ്റെ ഓറ എന്താ, അതാണ് സെറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഒരു ശാന്തനായ മനുഷ്യനാണ്. ഞാൻ എവിടെയും പോയി ഒരു കച്ചറ ഉണ്ടാക്കില്ല, ആരുമായിട്ട് ദേഷ്യപ്പെടാറൊന്നുമില്ല, ചുമ്മാ ഒരു സൈഡിൽ കൂടെ ജീവിച്ചു പോകുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ സെറ്റും ഭയങ്കര കാം ക്വയറ്റുമാണ് എന്ന് പറഞ്ഞാൽ ആരും ഭയങ്കര എക്സ്ട്രോട്ടറാന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലി അങ്ങനെയൊന്നുമല്ല, എല്ലാവരും ശാന്തമായിട്ട് പണിയെടുക്കുന്നു, അത് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. എല്ലാവരും പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്നു, ഒരു കച്ചറ ഉണ്ടാക്കുന്നില്ല. പിന്നെ കൂടെ ഉള്ളതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, നല്ല ആക്ടേഴ്സാണ്. ലീലാമ്മയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ശിവരാജ് ഭയങ്കര ഫ്രണ്ട്ലി. എന്നെ കൂടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ KPC ലീല പുള്ളിക്കാരി കുറച്ച് ഇപ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ഓൺലി വൺ വി ആർ തിങ്കിങ് ഓഫ് നൗ. സോ ഐ ഹാഡ് അനദർ ഫ്രണ്ട് ഹു വാസ് ഓൾസോ ലൈക്ക് റൈറ്റിംഗ് ആൻഡ് ഹി വാസ് ലൈക്ക് ഒരു പ്രായ ഒരാളെ വേണം. അപ്പോൾ ഐ ഫീൽ ബാഡ് ഫോർ ഇൻ ദാറ്റിലേക്ക് പുള്ളിക്കാരിക്ക് ജസ്റ്റ് അങ്ങനെ ഒരു ക്രീപ്പി അമ്മൂമ്മ ഹൂസ് ലൈക്ക് മേ ബി എ ഗോസ്റ്റ്, അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആവുന്നുണ്ടോ പുള്ളിക്കാരി എന്നൊരു. ഐ തിങ്ക് ഷീ ഡിഡ് വൺ മോർ Z5 ഒരു മുത്തശ്ശി ആണല്ലേ. ഐ ഫീൽ ബാഡ് ഫോർ ഹർ ബിക്കോസ് ഷീ ഹാസ് ലൈക്ക് ലോട്ട് മോർ പൊട്ടൻഷ്യൽ, ബട്ട് ഐ ഹോപ്പ് ഷീ ഗെറ്റ്സ് മോർ ലൈക്ക് പുള്ളിക്കാരുടെ ആ ഒരു ക്രീപ്പിനെസ് ഇൻ ദാറ്റ്. ഗ്രാനി വാസ് ലൈക്ക് ഭയങ്കര ഇൻക്രെഡിബിൾ ആക്ട്രസ്, നല്ല ആക്ട്രസോ, നല്ലൊരു ഹ്യൂമൻ ബീങ്, ഭയങ്കര ചില്ലോ. പുള്ളിക്കാരി മാത്രമേ സെറ്റിൽ 10-80 വയസ്സുള്ള ഒരാളുള്ളൂ, ബാക്കിയെല്ലാവരും 10-30 വയസ്സുള്ള ആൾക്കാർ. ഭയങ്കര ചില്ലായിരുന്നു. സോ ബിക്കോസ് ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് യു ഹാഡ് ടു വാച്ച് ലൈക്ക് സോ മെനി മൂവീസ്, കച്ചറ പടങ്ങൾ സോ മെനി ടൈംസ്. അപ്പോൾ അത് എവിടെയെങ്കിലും ആ ഫിലിം മേക്കിംഗ് ആ ഒരു ബൾബിനെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? കാരണം എന്ന് വെച്ചാൽ അതിനൊരു കൈൻഡ് ഓഫ് മൂവീസ് നമ്മൾ കാണുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും, ബട്ട് യു ആർ ഓൺ ദ അതർ സൈഡ്. നമ്മളിങ്ങനെ കുറേ കച്ചറപ്പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഹൗ വാസ് ദാറ്റ് ലൈക്ക് ആ ഒരു ബാലൻസ് ചെയ്യാൻ കുറച്ച് നമ്മൾ സൂക്ഷിക്കണം. നമ്മളിലേക്ക് ഒരു കച്ചറപ്പടം മാരത്തോണിൽ പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ആ ഒരു ഹെഡ് സ്പേസിലായിരിക്കും. എക്സാക്ട്ലി. നമ്മൾ എന്തെങ്കിലും അതിപ്പം നിസ്സാരം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും, നിസ്സാരം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 10 കൂതറപ്പടം കണ്ട ഫുൾ കുറച്ച് ഡിസോറിയൻറ്റഡ് ആവും. കൂറപ്പടം കാണുന്ന ഒരു വേറൊരു സ്പേസ് നമ്മൾ മാറ്റി വെക്കണം അതിനായിട്ട്. സീരിയസ് ആയിട്ട് എന്ത് പണി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂറപ്പടം ഒന്നും കാണാൻ പോലെ അത്ര ഒരു ഡിലേ ഒക്കെ വന്നത് വീഡിയോസ് ഒക്കെ. ഇത് അപ്പൂൻ ബോയ്സിനായിട്ട് മാറ്റി വെക്കുക, ചില്ല് ചെയ്യുക, കൂറപ്പടം കാണുക, എൻജോയ് ചെയ്യുക, ജോക്സ് ഉണ്ടാക്കുക, എഡിറ്റ് ചെയ്യുക, ബാക്കി പരിപാടി ചെയ്യണം. ബാക്കി പക്ഷേ ഈ പ്രഷർ ഉണ്ടായിരുന്നു, അതായത് നൗ ബിക്കോസ് യു ഹാവ് മേഡ് എ മൂവി, അതിനൊരു റോസ്റ്റ് കിട്ടാം അല്ലെങ്കിൽ നന്നിട്ട് പോയില്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല അല്ലേ? ഐ മീൻ യു ആർ കോൺഫിഡന്റ് അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ്. സോ ഞാൻ ഫസ്റ്റ് ഓൾ പറഞ്ഞ പോലെ ഞാൻ ഈ ഗ്രാനി എടുക്കുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒരു ഒറ്റ ചിന്ത ഇതിന് പോകില്ല. പക്ഷെ ഞാൻ പിന്നെ ലൈക്ക് ഇതിപ്പോൾ ഇറങ്ങുന്നതിന് ഒരു തലേ ദിവസം മുമ്പ് ഞാൻ ടെൻഷൻ അടിച്ച് പൊണ്ടരടങ്ങിയിരിക്കുകയായിരുന്നു. ഗ്രാനി റിലീസ് ചെയ്യുന്നതിന് ഒരു ദിവസം, പ്രീമിയറിനൊന്നും യൂട്യൂബിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു ദിവസം മുന്നേ ഭയങ്കര ടെൻഷനായിരുന്നു.
അപ്പം ഞാനിങ്ങനെ എന്തായാലും ഇന്നെവിറ്റബിളി ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇറക്കുന്ന ഏതെങ്കിലും ഒരു പടം 100% പൊട്ടും. അതിൽ ഒരു ഡൗട്ടും ഇല്ല. എല്ലാം ഞാൻ ഇറക്കുന്ന എല്ലാ സാധനവും ഭയങ്കര നല്ലതൊന്നും ആവില്ലല്ലോ. അന്ന് എന്നെ എല്ലാവരും കളിയാക്കും. അതിന് ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം, അതിന് വേറെ വഴിയില്ല. പക്ഷേ അന്ന് എനിക്കുണ്ടാവാൻ പോകുന്ന വിഷമത്തിനേക്കാൾ വലുതാണ് എനിക്ക് ഈ സാധനത്തിനോടുള്ള ഇഷ്ടം. അപ്പം റിഗാർഡ്ലെസ് ഞാൻ ഇത് ചെയ്യും. ഞാൻ ഒരിക്കൽ കുറച്ചൊരു ഓഫ് ടോപ്പിക് ആണ്, പക്ഷേ ഞാൻ പറയാം, ഞാൻ ഒരിക്കൽ ഞാൻ അപ്പൂപ്പൻ ബോയ്സ് നിർത്താൻ പോയി. ഒരു പോയിന്റിൽ ഞാൻ അപ്പൂപ്പൻ ബോയ്സ് നിർത്താൻ പോയി. കാരണം ഞാൻ വിചാരിച്ചു ഞാൻ ഇത് ഓഡിയൻസിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഓഡിയൻസിൻ്റെ ഇതിന് വേണ്ടിയാണ്, കൈയടിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എനിക്ക് അപ്പൂപ്പൻ ബോയ്സ് കുറേ നാൾ ചെയ്തില്ല. അപ്പം അതൊക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അപ്പൂപ്പൻ വോയിസ് ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്. ലൈക്ക് ഞാൻ അപ്പൂപ്പൻ വോയിസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൂപ്പൻ വോയിസ് ചെയ്യുമ്പോൾ. ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ, ഞാൻ കഴിഞ്ഞ വീഡിയോന് 300K വ്യൂസ് ഉണ്ട് യൂട്യൂബിൽ, 30 മിനിറ്റ് വീഡിയോന്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയത് 0 പൈസ. എനിക്ക് 1 രൂപ അപ്പൂപ്പൻ വോയിസ് നിന്ന് കിട്ടിയിട്ടില്ല. അത് സ്റ്റിൽ ഞാൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കിത് തരുന്ന ഐ എം ഇൻ ദ സിംപ്ലി ഫോർ ദ ലവ് ഓഫ് ദ ഗെയിം. എനിക്ക് വേറെ ഒന്നും ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ അപ്പൂപ്പൻ വോയിസ് ചെയ്യുന്നതാണെങ്കിലും നിസ്സാരം ചെയ്യുന്നതാണെങ്കിൽ, ഒരു കഥ എഴുതുന്നതാണെങ്കിലും, ഒരു പടം പിടിക്കുന്നതാണെങ്കിലും, ഇതെല്ലാം എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ആൾക്കാരെന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കൊരു ആഡഡ് ബോണസാണ്. പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം ആൾക്കാരെന്നെ കളിയാക്കും, റോസ്റ്റ് ചെയ്യും, വഴക്ക് പറയും, നീ പോടാന്ന് പറയും. സാരമില്ല, എനിക്ക് അതിനേക്കാളും ഇഷ്ടമാണ് ഞാൻ ഈ ചെയ്യുന്ന സാധനം. ഇല്ല, വാലിഡേഷൻ എനിക്കൊരു ആഡഡ് ബോണസാണ് ഡെഫിനറ്റ്ലി. വാലിഡേഷൻ ഇഷ്ടമല്ല, സിംപ്ലി ഡോണ്ട് കെയർ, ഒരു സെൻ മനുഷ്യനാണെന്നൊന്നുമല്ല. പക്ഷേ ഇറ്റ്സ് സെക്കൻഡറി. ദ ഫസ്റ്റ് ഇസ് ദ pleasure you get when you do this. Second is validation. That's the key to success എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് നമ്മളിങ്ങനെ ഹോൾഡ് ബാക്ക് ചെയ്യും, ബിക്കോസ് ആൾക്കാർ എന്ത് പറയും, ഇത് അതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഐ തിങ്ക് വി ഡു അവർ ബെസ്റ്റ് വർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഐ തിങ്ക് ഗ്രാനിന് എല്ലാവരും പറയുന്നത് ഇസ് ദ ന്യൂ ടേം അനന്തരാമനിക് അപ്രോച്ച്. ഐ തിങ്ക് ദാറ്റ്സ് എ ഗ്രേറ്റ്. സോ ഐ തിങ്ക് ഇനി ഫീച്ചർ ഫിലിം പ്ലാനിലുണ്ടോ, എന്താണ്? ഉണ്ട്, ഡിസ്കഷനിലാണ്. പക്ഷെ സിനിമയല്ലേ, നമുക്ക് എന്തെങ്കിലും സോളിഡ് ആയിട്ട് അത് പറയുന്ന. ഓക്കെ ഓക്കെ. സോ ലൈക്ക് ബേസിക്കലി യു ഹാവ് പ്രിപ്പയർഡ് യുവർ സെൽഫ് ടു മേക്ക്, അതായത് ഒരു മെന്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ ഒരു ഫീച്ചർ ഫിലിം ചെയ്യാവുന്ന രീതിയിൽ പ്രിപ്പയർഡ് ആണ്. ലൈക്ക് സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആണ്, ഡിസ്കഷനിലാണ്. പക്ഷെ സ്റ്റിൽ എന്തെങ്കിലും കുറച്ചുകൂടെ സോൾഡ് ആയിട്ട് കൺഫർമേഷൻ ആയിട്ട്. പക്ഷേ ഐ തിങ്ക് വൺസ് വി സോ യു ഇൻ മറ്റേ രോമാഞ്ചം, നമ്മളെല്ലാവരും വിചാരിച്ചത് ഓക്കെ അനന്തരാമൻ ആൻഡ് യു ആർ ഗുഡ് അറ്റ് ആക്ടിങ്. നമ്മൾ ആ വീഡിയോസിലാണെങ്കിലും കുറച്ചൊക്കെ ഒരു പെർഫോമൻസ് അതിലുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഓക്കെ, പുള്ളിക്ക് നല്ലൊരു സിനിമയിലേക്ക് കയറാനൊരു അവസരം കിട്ടി, ഇനിയിപ്പോൾ പുള്ളി അത് പിടിച്ച് നല്ല അഭിനയത്തിലേക്ക് പോകുന്നു. പക്ഷേ യു വെന്റ് ഇൻ ടു ഫിൽം മേക്കിംഗ്. എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു? അത് ഇങ്ങനത്തെ ഞാൻ ബേസിക്കലി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഒരുപാട് ആലോചിക്കാൻ പോകാറില്ല. ഇങ്ങനത്തെ ഒരുപാട് ഇങ്ങനെ ലൈക്ക് റെട്രോസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻട്രോസ്പെക്ട് ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് എനിക്ക് എന്താ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യും. ലൈക്ക് എനിക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് കഥ എഴുതാൻ തോന്നി, എനിക്ക് പടം പിടിക്കാൻ തോന്നി, അപ്പൂപ്പൻ ബോയ്സ് ചെയ്യാൻ തോന്നിയാൽ ഞാൻ അപ്പൂപ്പൻ ബോയ്സ് ചെയ്യും, നിസ്സാരം ചെയ്യാൻ തോന്നിയാൽ നിസ്സാരം ചെയ്യും. എന്താ ചെയ്യാൻ തോന്നുക അതങ്ങ് ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യാം, അത് താല്പര്യത്തോടെ ചെയ്യാം. അങ്ങനെ വിചാരിച്ചൊക്കെ പോകും. ഒരുപാട് അതിനെ പറ്റി ഒന്നും ആലോചിക്കാറില്ല. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, രോമാഞ്ചം 2 ഉണ്ടോ ഇല്ലയോ? എനിക്ക് അറിഞ്ഞൂടാ, ലൈക്ക് അത് എൻഡ് ചെയ്ത് അങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ എത്ര വർഷമായി പോകുന്നു? ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി 3+ years ഉണ്ടാവോ ഇല്ലയോ? ബട്ട് ഹോപ്പ്ഫുള്ളി ഉണ്ടാവട്ടെ. സോ ഒരു ഇൻ്റർനെറ്റിലെ പ്രസൻസും ഒരു ഒത്തിരി ഇഫക്റ്റ് ചെയ്തിട്ടുണ്ട് അനന്തരാമന്, ലൈക്ക് ഫോർ യു ടു ഗെറ്റ് ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഫോർ യു ടു ഗെറ്റ് ദാറ്റ് വിസിബിലിറ്റി. അപ്പോൾ ഈ സിനിമ ഉണ്ടാക്കാനും ഡു യു തിങ്ക് ആൾക്കാർക്ക് ആ ഒരു സോഷ്യൽ പ്രസൻസും റീച്ചും ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആക്സസിബിലിറ്റി കിട്ടും എന്നങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു പരിധി വരെ പിന്നെ കിട്ടും. പക്ഷെ അത് പ്രശ്നം ഈ സോഷ്യൽ പ്രസൻസ് ഉണ്ടാക്കാൻ കുറച്ച് പാടാണല്ലോ. ഈ നെപ്പോട്ടിസം പോലെ അല്ലല്ലോ, സോഷ്യൽ പ്രസൻസ് ഉണ്ടാക്കിയെടുക്കാൻ കുറേ കഷ്ടപ്പെടണം. ഞാൻ ഈ 2020 തുടങ്ങി 2026 വെച്ച് ഉണ്ടാക്കിയെടുത്തൊരു ട്രസ്റ്റിൻ്റെ ബേസിസിലാണ് ആൾക്കാർ ഈ ഗ്രാനി കാണാമെന്ന് തീരുമാനിക്കുന്നത്. ഇല്ലെങ്കിൽ ആൾക്കാർക്ക് അത്ര ഇതുണ്ടാവില്ല. സോ അത് കുറച്ച് പാടാണ് ഈ പ്രസൻസ്. എക്സാക്ട്ലി. അയ്യോ, പിന്നെ ഈ റോസ്റ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ ചാനൽ ഉണ്ടെങ്കിലും അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സിന് അതിൻ്റെതായ ഒരു എന്തോ ഒരു ഇതുണ്ട്, ലൈക്ക് സംതിങ് ദാറ്റ് പീപ്പിൾ റിയലി ലൈക്ക് അബൌട്ട് ഇറ്റ് എന്ന് വെച്ചാൽ മറ്റേത് മോശമെന്നല്ല, ബട്ട് സംതിങ് അബൌട്ട് ദിസ്. ബട്ട് ഇഫ് ഐ ടു ആസ്ക് യു, ഇതല്ലാണ്ട് വാട്ട് എൽസ് വുഡ് ബി യുവർ ഫേവറേറ്റ് റോസ്റ്റിംഗ് ചാനൽ? എന്ത് ലാംഗ്വേജും ആവാം, ബട്ട് ഇല്ല, എനിക്ക് പണ്ട് ഹിന്ദിയിൽ പ്രിറ്റൻഷ്യസ് മൂവി റിവ്യൂസ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ബോയ്സ് തുടങ്ങാൻ ഒരു ഭയങ്കര മേജർ മോട്ടിവേഷൻ പ്രിറ്റൻഷ്യസ് മൂവി റിവ്യൂസ് ആയിരുന്നു. കാരണം കോളേജിൽ കണ്ട് ചിരിച്ച് ചത്തിട്ടുണ്ട്. അതെ, ഐ തിങ്ക് ദേ ഷുഡ് റിയലി കിക്ക് സ്റ്റാർട്ട് ഇറ്റ് അഗൈൻ. പക്ഷേ ആ സമയത്തേക്ക് അടിപൊളിയായിരുന്നു. മലയാളത്തിൽ നല്ല ആൾക്കാരുണ്ട്. പിന്നെ
ഫിൽമി ഷെക്ക് പിന്നെ പണ്ട് മഷ്കൂൺ ഉണ്ടായിരുന്നു, അത് നല്ലായിരുന്നു. നല്ല ആൾക്കാരുണ്ട്, എല്ലാവരും അവരുടേതായ ഫോർമാറ്റിൽ. പക്ഷെ ആ കോപ്പിറൈറ്റ് ആയി പോയ ആ സീസൺ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക, സീസണും കാണുന്നില്ല. എന്നിട്ട് ഞാൻ ബല വീശി പോയി, അവിടെ ഇല്ല. എവിടെയൊക്കെ ഐ തിങ്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്താണ് അതിന്റെ ഒരു അത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു അതിലെ 1-2 എപ്പിസോഡ് ഒന്നുകൂടെ ലൈക്ക് റിവ്യൂ ചെയ്തതാണ്, കുറച്ച് ആഡഡ് ജോക്സ് ഒക്കെ ഇട്ടിട്ട്. ഞാൻ ചിലപ്പോൾ അടുത്തൊരു എപ്പിസോഡ് അങ്ങനെ ചെയ്യും. ലൈക്ക് സീസൺ 1 ആൾക്കാർക്ക് ഒരിക്കലും കാണാൻ പറ്റാതായാലും എപ്പിസോഡ് ഞാൻ ഒന്നുകൂടെ ചെയ്യും, കുറച്ചുകൂടെ ലൈക്ക് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിനെപ്പറ്റി റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ പീപ്പിൾ ലൈക്ക് ആ സീസൺ 1 ആയിരുന്നു ഇത് അടിപൊളി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലൊന്നും കാണാനില്ല. ലൈക്ക് ഐ തിങ്ക് ആരോ ഡ്രൈവിൽ എന്തൊക്കെ അപ്ലോഡ് ചെയ്ത് എവിടേക്കും ഷെയർ ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ അതിലെ ചില എപ്പിസോഡ്സ് ഉണ്ട് ആണല്ലേ. ഓക്കെ ഓക്കെ. അനന്തരാമൻ കാരണം മാത്രമാണ് ഈ ദേവ്ജിക്കും റിയാസ് ഖാനും ഒക്കെ ഒരു ന്യൂ ഫൗണ്ട് ഫാൻഡം ഉണ്ടായിട്ടുണ്ട്. ഹൗ ഡു യു ഫീൽ about that? Like you gave them a new life എന്നൊക്കെ വേണമെങ്കിൽ പറയാലോ, ഒരു ലൈക്ക് ഓൺലൈൻ ലൈഫ് എന്നൊക്കെ പറയാലോ. എനിക്ക് ഒരു ഐഡിയ ഇല്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതല്ലേ പറഞ്ഞിപ്പം ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ കസിൻസ് ഫ്രണ്ട്സ് അപ്പൂവൻ എല്ലാവരും ഒരുപാട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ലൈഫിലെ ഏറ്റവും ഭയങ്കര ഫോണ്ടസ്റ്റ് മെമ്മറീസ് ഒക്കെ ദേവ്ജിയുടെ പുറത്തും റിയാസ് ഖാൻ്റെ പുറത്തൊക്കെ ബോണ്ട് ചെയ്യുന്നത്. ഇങ്ങനെ രാത്രിയൊക്കെ ഇരുന്ന് ഈ കൂറപ്പടമൊക്കെ ഇരുന്ന് കണ്ട് ചിരിച്ച് ഇങ്ങനെ റിപ്സൊക്കെ വേദനിക്കുന്ന. അപ്പം എനിക്ക് തോന്നുന്നു അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് തുടങ്ങിയതിന് ശേഷം ബാക്കി ആൾക്കാർക്കും ബോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. ബട്ട് ഇവരാരും ഡി എമ്മിൽ വന്നിട്ട് എന്തേലും പറഞ്ഞിട്ടുണ്ടോ? ലൈക്ക് ഡി എമ്മിൽ വന്നിട്ട് പണ്ടൊക്കെ, ഇപ്പം ഈ പ്രശ്നമല്ല, ഇപ്പം ഈ സിനിമാക്കാരൻ യൂട്യൂബർ എന്നുള്ളതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് റിവ്യൂ ചെയ്ത് സിനിമകളെ ഇടിച്ച് സൂപ്പാക്കുന്നുണ്ട്. ഞാൻ റിവ്യൂ തുടങ്ങിയ സമയത്ത് നമുക്ക് ഈ വലിയ ഇപ്പം മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപിനെയൊക്കെ പറയുന്ന കുറച്ച് ഡേഞ്ചറാണ്. പക്ഷെ ഞാൻ സ്റ്റിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫാൻസ് വന്ന് തന്നെ ഒരുപാട് തെറി വിളിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പം വന്ന് അത് ഭയങ്കര നോർമലൈസ് ആയി പരിപാടി. സോ ഇസ് ദർ എ മൂവി, അതായത് റിവ്യൂ ചെയ്തതിന് ശേഷം തോന്നി എത്രയ്ക്ക് റോസ്റ്റ് ചെയ്യണ്ടായിരുന്നു, അത്ര മോശം അല്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ചിന്താമണി കൊലകേസും ഇല്ല. എനിക്ക് ചിന്താമണി കൊലകേസ് ഭയങ്കര ഒരു മീംസിന്റെ ഒരു കൂമ്പാരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഭയങ്കര എന്റർടൈനിങ് മൂവിയാ. ആൾക്കാർ എന്നെ കുറെ തെറി വിളിച്ചു, പക്ഷേ ഭയങ്കര ഫണ്ണല്ലേ. അതിൽ ഒരുപാട് മീം മെറ്റീരിയൽ ഉണ്ട് ചിന്താമണി. മിർച്ചികൾസ് അതിൽ തന്നെ. റെഡ് ചില്ലീസ് ഉണ്ട് വേറെ, പക്ഷെ ചിന്താമണിയിലാണ് OG മിർച്ചി ഗേൾസ് ഉള്ളത്. ഭയങ്കര രസമല്ലേ, ടോട്ടൽ ഡിസ്ട്രക്ഷൻ മിർച്ചി ഗേൾസ്. ഇവരൊക്കെ ഈ റോസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ എപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഓർ കാണുമ്പോൾ എന്തായിരിക്കും ലൈക്ക് വാട്ട് ഈസ് യുവർ റിയാക്ഷൻ? വിൽ യു ബി സ്കേർഡ് ഓർ വിൽ യു ബി ലൈക്ക്? കണ്ടിട്ടുണ്ട് കുറച്ച് പേര്. അഷ്കർ സോദാനെയാണോ അത്? ഞാൻ പേര് പറയുന്നില്ല, ഞാൻ 1-2 പേരെ കണ്ടിട്ടുണ്ട്. അവരെല്ലാരും ഭയങ്കര ഗ്രേഷ്യസ് ആയിരുന്നു. പിന്നെ ഏതോ ഐ തിങ്ക് ഐ സോ കോമെന്റിലൊക്കെ അതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ തന്നെ പറയണു, അതായത് സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് അതിന്റെ ആക്ട്രസ് തന്നെ എന്തോ ആണ്. ആക്ട്രസ് ഉണ്ട്, പിന്നെ വേറെ അഭിനയിച്ചവരെന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ ഇതുവരെ അപ്പൂപ്പൻ ബോയ്സ് ഞാൻ കളിയാക്കിയ ഒരാൾ പോലും എന്നെ തെറി വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു മോശം രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. which I think is very gracious of them. അങ്ങനെ അവർ ആ ഒരു സ്പോർട്ടാണ്, അവർ അങ്ങനെ എടുക്കുന്നുണ്ട്. ബട്ട് വേർ ഡു യു ഡ്രോ ദ ലൈൻ? അതായത് യു ആർ അവെയർ കി എല്ലാവർക്കും അത് അറിയണമെന്നുണ്ടാവില്ല, അതായത് എവിടെയാണ് ആ ലൈൻ ഡ്രോ ചെയ്യേണ്ടത്? വേർ ഇറ്റ്സ് ജസ്റ്റ് എ ഫ്രണ്ട്ലി റോസ്റ്റിംഗ് പ്ലസ് ഒരു പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുന്നത്. യു ഹാവ് നെവർ ഡൺ ദാറ്റ്, പക്ഷേ യു ബിക്കോസ് യു നോ ദ ബൗണ്ടറി. സോ വാട്ട് വുഡ് ബി ദാറ്റ് ബൗണ്ടറി? ദാറ്റ് ഇല്ല, ഞാൻ ഭയങ്കര പൂർവ്വ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കുറച്ചുകൂടെ ബൗണ്ടറി ക്രോസ് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രായം അതുപോലെ കുറച്ചുകൂടെ ചെറുതായിരുന്നല്ലോ. ഇപ്പോൾ ഈ 10-30 വയസ്സായതുകൊണ്ട് എനിക്കും അതിൻ്റെതായ ഒരു മെച്യൂരിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ലൈൻ ക്രോസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കും. ലൈക്ക് എൻ്റെ ചില ജോക്സ് ലൈക്ക് കുറച്ച് ഇൻസെൻസിറ്റീവ് ആണെന്ന് എനിക്ക് തന്നെ തോന്നി, ഞാൻ എൻ്റെ ആവശ്യമില്ല വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ കുറച്ചുകൂടെ എനിക്കും അത് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം പറയാണല്ലോ ഈ ലൈക്ക് ഈ മെയിൻ സ്ട്രീം റിവ്യൂവേഴ്സ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ ആരുടെയും കരിയർ എഫക്ട് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ കാരണം ഒരു പ്രൊഡ്യൂസറിന് നഷ്ടം ഗുഡ് വേ. ഇപ്പം ഞാൻ റിവ്യൂ ചെയ്ത ലേറ്റസ്റ്റ് 2-3 പടം എടുത്താൽ എനിക്ക് അതിൽ നിന്ന് 0 പൈസ. കഴിഞ്ഞ വീഡിയോ എനിക്ക് കിട്ടിയത് 0, അതിന് മുമ്പത്തെ വീഡിയോ എനിക്ക് കിട്ടിയ 0, അതിന് മുമ്പത്തെ വീഡിയോ എനിക്ക് കിട്ടിയ 0. എനിക്ക് 0 പൈസയാണ് കിട്ടുന്നത്. നിസ്സാരത്തിന് ഞാൻ ഓൺലൈൻ കോഴ്സ് നടത്തുന്നു, ഇതൊക്കെയാണ് എനിക്ക് പൈസ ഉണ്ടാകുന്നത്. അപ്പോൾ പൈസ ഇല്ല, ഇത് പാഷൻ പ്രോജക്റ്റ് ആണ്. പക്ഷേ ഈ കോപ്പിറൈറ്റ് അടിക്കുന്നതാരാ? ഈ സിനിമ യൂട്യൂബിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ വീഡിയോന്റെ പൈസ എല്ലാം ഇവർക്കാ പോകുന്നത്. ഇവർക്ക് പൈസ കിട്ടിക്കോട്ടെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നു, അവർക്ക് പൈസ കിട്ടുന്നു. പിന്നെ ഈ 10-15 വർഷം മുമ്പുള്ള സിനിമയില് അതുകൊണ്ട് ആരും അത്ര ബോധേഡ് അല്ല, അവരുടെ കരിയർ എഫക്റ്റഡ് ആവുന്നില്ല, അവരുടെ റവന്യൂ എഫക്റ്റഡ് ആവുന്നില്ല. അതുകൊണ്ടായിരിക്കും ആരും സിനിമാക്കാരെന്നെ ഒന്നും പറയാത്തത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അത്ര ദേഷ്യം ഇല്ലാത്തത്. അല്ലെങ്കിൽ അവരുടെ കറണ്ട് രീതിയിലൊക്കെ അവർ ഒരു രീതിയിൽ എഫക്ട് ചെയ്യുന്നില്ല. അതെ അതെ. സോ ഓൾസോ എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞ ഒരു ചോദ്യമാണ്, അതായത് ഒരു സിനിമ
ലൈക്ക് ഒരു 10 സിനിമ കണ്ടിട്ട് ഓക്കെ ഇതിനൊന്നെടുക്കാം, ബാക്കി ആർ സോ ബാഡ് ദാറ്റ് യു കനോട്ട് പിക്ക്, അങ്ങനെയാണോ എടുക്കുന്നത്? അതോ ജസ്റ്റ് ലൈക്ക് ഒരു പടം കണ്ടു ഓക്കെ എന്നാൽ ഒന്ന് തന്നെ അതിനെപ്പറ്റി തന്നെ സംസാരിക്കാം ആൻഡ് യു മേക്ക് ഇറ്റ് ഇൻ എ വേ ദാറ്റ് ഇറ്റ്സ് ഫണി, എങ്ങനെയാണ് ഒരു പ്രോസസ്സ്? ബിക്കോസ് നമ്മൾ കുറേ കാണുമ്പോഴാണ് നമുക്കൊന്ന് ഓക്കെ ഇറ്റ്സ് വേർതി, നമുക്കത് വർക്കാവുന്നത്, അങ്ങനെയാണോ ചെയ്യുന്നത്? അത് അങ്ങനെ കുറേ കൂറപ്പടം കണ്ടിട്ടാണ് പിക്ക് ചെയ്യുന്നത്. ചില കൂറപ്പടം എന്ന് പറഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് റിവ്യൂ ചെയ്ത ബാങ്കോക്ക് സമ്മർ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അത് അതിന്റെ ഒരു പകുതി ജോക്സ് ഞാൻ മുമ്പേ ഉണ്ടാക്കിയതാ. ലൈക്ക് തൊടുപുഴയോ? അപ്പൊ അതൊക്കെ ചില അങ്ങനെ ചിലപ്പോൾ എനിക്കൊരു സിനിമ കിട്ടും, അതിൽ എനിക്കൊരു 10 മിനിറ്റത്തേക്കുള്ള ജോക്സ് കിട്ടും, പിന്നെ കിട്ടില്ല. അപ്പൊ ഞാൻ അത് അബാൻഡൺ ചെയ്തിട്ട് വേറെ പോകും. അതിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് എന്തെങ്കിലും ആ സിനിമയിലോട്ട് തന്നെ എത്തും. അപ്പൊ പിന്നെ ഒരു ബാക്കി 10 മിനിറ്റിന്റെ കൂടെ ജോക്ക് കിട്ടും. ഇതൊക്കെ ഇങ്ങനെ ബാങ്കോക്ക് സമ്മറൊക്കെ അങ്ങനെ ചെയ്തത്. ആദ്യത്തെ ഒരു 8 മിനിറ്റിലെ ജോക്സ് ഞാൻ കുറെ മുമ്പ് എഴുതിയത്. പിന്നെ കറങ്ങി തിരിഞ്ഞ് ആദ്യം വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ കിട്ടി. പക്ഷെ സാനിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കാരണം നമ്മുടെ ബ്രെയിനെ നല്ലോണം എഫക്ട് ചെയ്യുന്നുണ്ടല്ലോ, നമ്മളൊരു ഒരുമാതിരി ലേസി സ്ലോപ്പിലേക്ക് പോകുമല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു സാനിറ്റി തിരിച്ചുകൊണ്ടാൻ എന്തെങ്കിലും ഉണ്ടോ, അതോ ലൈക്ക് യു ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് ദെൻ അങ്ങനെയാണ്? ഇതൊരു നല്ല ബാലൻസാണ് ഈ സീരിയസ് സാധനവും കൂറ സാധനവും കൂടെ ചെയ്യുന്നത്. കാരണം ഇപ്പം ഈ ഹൊറർ എഴുതുന്നതാണെങ്കിൽ പോലും അല്ലെങ്കിൽ നിസ്സാരം ചെയ്താണെങ്കിലും അതൊരു കുറച്ച് നമ്മൾ അതിലോട്ട് പോകണം. അത് നമുക്കൊരു സ്ട്രെയിൻ ആവും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക്. അപ്പം ഞാനിപ്പോൾ നിസ്സാരം മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ബേൺഡ് ഔട്ട് ആയ ഈ പോയിന്റിൽ. കാരണം അത്രയും ഇങ്ങനെ ലൈക്ക് സീരിയസ് ടോപ്പിക് റിസർച്ച് ചെയ്ത് ഒരു പോയിന്റിൽ അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ഞാൻ അത്രയും പാഷനേറ്റ് അല്ല ഇപ്പോഴെന്ന്. പക്ഷെ ഞാൻ ഈ അപ്പൂപ്പരൻ ബോയ്സ് സൈഡിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ലൈക്ക് മെന്റൽ ബ്രേക്സ് എടുത്തുകൊണ്ടേ ഇരിക്കുക. നിസ്സാരം ചെയ്യാണ് അല്ലെങ്കിൽ ഞാൻ ഒരു കഥ എഴുതാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാസം ഒരു അപ്പൂപ്പരൻ ബോയ്സ് വീഡിയോൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ അടുത്ത് ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും ബുക്ക് വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈൻഡ്. അപ്പം ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഈ രണ്ട് സാധനം നല്ലതാ. അപ്പൂപ്പരൻ ബോയ്സ് നല്ലതാ, അത് ഈ ഭയങ്കര സീരിയസ്നെസ് നമ്മൾ കുറച്ചൊരു ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ്. പക്ഷെ നിസ്സാരമൊന്നല്ല, ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ബ്രെയിൻ റോട്ടായി പോകും. പക്ഷേ യു ഡു അണ്ടർസ്റ്റാൻഡ് റൈറ്റ് ദ ഇൻഫ്ലുവൻസ് യു ഹാവ് ഓൺ ദ യങ് ക്രൗഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് ആസ് വെൽ ആസ് നിസാർ. ആർ യു അവെയർ ലൈക്ക് ഒരു നല്ലൊരു ഇമ്പാക്ട് ഉണ്ട്, ലൈക്ക് ആൾക്കാർക്ക് ഭയങ്കര കാര്യമാണ് രാമനെ ബിക്കോസ് ഓഫ് ബോത്ത് ഓഫ് ദീസ്? ആർ യു അവെയർ ഓഫ് ദാറ്റ് ഓർ ലൈക്ക്? ഞാൻ ഈ ഇടയ്ക്ക് എനിക്കത് ഞാൻ കുറച്ച് അവെയറായി. ഞാൻ സത്യം പറഞ്ഞാൽ അത്ര അവെയർ അല്ലായിരുന്നു. ഞാൻ കാരണം ഒന്നുമില്ല, ഞാൻ ഒരു ഭയങ്കര പോപ്പുലർ ആളൊന്നും അല്ല. ഇതിന് രണ്ടും കൂടെ ചേർത്ത് എനിക്ക് 6 ലക്ഷം സബ്സ്ക്രൈബർ എന്തോ ഉള്ളൂ. പക്ഷേ യൂട്യൂബ് എന്ന സ്പേസ് നല്ലോണം, പക്ഷേ യൂട്യൂബ് മാത്രമല്ല, ഐ തിങ്ക് ഇറ്റ്സ് ദ തിങ്സ് ദാറ്റ് യു സേ, അത് ആൾക്കാർക്ക് ഭയങ്കര തമാശയായാലും സീരിയസ് ആയിരിക്കാം. ഇപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ ഒരുപാട് പേരൊന്നും വരില്ല. ഒരു 100 പേരിൽ ഒരു 2 പേര് എന്നെ തിരിച്ചറിയും. എനിക്ക് ഭയങ്കര സന്തോഷം ആൾക്കാർ വരുന്നൊക്കെ. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. ഞാൻ എൻ്റെ വർക്ക് പ്രൊമോട്ട് ചെയ്യാൻ മാത്രമേ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഇല്ല ആൾക്കാർ എന്നെ പറ്റി എന്താ ചിന്തിക്കുന്നത്. യൂട്യൂബ് കോമെന്റ്സിൽ ഓബ്വിയസ്ലി നമ്മളെ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ, അതിൻ്റെ പുറത്ത് എനിക്ക് വലിയ ധാരണയില്ല. ഈ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നപ്പോൾ അത് 2 പയ്യന്മാരായിരുന്നു, 20-21 വയസ്സുള്ള പയ്യന്മാർ. അവരെന്നിട്ട് ഒരു 1/2 മണിക്കൂർ എൻ്റെ അടുത്ത് സംസാരിച്ചു, ചേട്ടാ നമ്മൾ വീഡിയോ കാണാം, നമ്മൾ ഹോസ്റ്റലിലിരുന്ന് നമ്മളെല്ലാവരും കൂടെ കാണും, ഭയങ്കര ഇഷ്ടമാണ് അതായത്. അപ്പം എനിക്ക് മനസ്സിലാക്കി എനിക്ക് ഈ കുട്ടികളെ എൻ്റെ വർക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ എ ഗുഡ് വേ എന്നുള്ളത്. അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ്. എനിക്കൊരു അറിഞ്ഞൂടാ ആൾക്കാർക്ക് ജനറലി എന്നെ പറ്റി എന്താ വിചാരിക്കുന്നത്, ഒരു വൃത്തികെട്ടാനാണോ നല്ല, എനിക്ക് വലിയ ധാരണയില്ല, ഞാൻ അതിലോട്ട് പോകാറുമില്ല. പക്ഷെ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ആൾക്കാർ വന്ന് പറയുമ്പോൾ പക്ഷെ അത് മെന്റലി ഇത് ഒരു പ്രഷർ പോലെ തോന്നാറുണ്ടോ? അതായത് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇങ്ങനെ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മളത് കീപ്പപ്പ് ചെയ്യണം. ഇത് കുറച്ച് തോന്നാറുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അത് നമ്മൾ മീറ്റ് ചെയ്തില്ലെങ്കിൽ കുറച്ച് പ്രശ്നമാവുന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. താങ്ക്ഫുള്ളി ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് അല്ല അതിനെപ്പറ്റി. എനിക്ക് വലിയൊരു ധാരണ ഇല്ല എന്താണ് കറന്റ്ലി ആൾക്കാർ എന്നെ പറ്റി ചിന്തിക്കുന്നത് എന്ന്. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഓഡിയൻസിന് വേണ്ടത് കൊടുക്കാൻ നോക്കും. അതൊരു പോയിന്റിന് ശേഷം വർക്കില്ല. ഞാൻ നേരത്തെ പറയില്ല, ഓഡിയൻസ് എന്തോ ഒരു കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിച്ചാൽ അതിന് കറക്റ്റ് സാധനം ഫീഡ് ചെയ്ത് കൊടുക്കുന്ന പോലത്തെ ഒരു പരിപാടിയാവും. അത് ഓഡിയൻസിനോടുള്ള ഡിസ്റെസ്പെക്റ്റ് ആണ്, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനോടുള്ള ഡിസ്റെസ്പെക്റ്റ് ആണ്. നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഇഷ്ടത്തോടെ ചെയ്യുക, വർക്കായില്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു. സോ ഇപ്പോൾ യു ആർ മേ ബി മേക്കിംഗ് എ ഫീച്ചർ ഫിലിം, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യണം എന്നാണോ, ഓർ ലൈക്ക് മേ ബി ടേക്ക് എ ബ്രേക്ക് ആൻഡ് ഡു അതർ സ്റ്റഫ്? ആൾസോ ഹാവ് യു തോട്ട് ലൈക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ആസ് ഇൻ ലൈക്ക് നല്ലൊരു സംവിധായകനായി പടമൊക്കെ നല്ല ഹിറ്റായി പോകുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും, അതായത് ഒപ്പം എന്താ ബോയ്സ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല? ഡൗൺ ചെയ്യുന്ന പരിപാടിയില്ല, ഒന്നും ഷട്ട് ഡൗൺ ചെയ്യില്ല. ഇതൊക്കെ എനിക്ക്
ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു രൂപ പോലും കിട്ടാണ്ട് ഈ സാധനമൊക്കെ ചെയ്യണമെങ്കിൽ അത് നമുക്ക് അത്രയും താല്പര്യമുള്ളതുണ്ട് ഈ സാധനത്തിനോട്. ഫ്രീക്വൻസി ഡെഫിനറ്റ്ലി കുറയും സമയം കഴിയുന്നതോറും. ചിലപ്പോൾ വർഷത്തിൽ 2 വീഡിയോ ആയിരിക്കും, വർഷത്തിൽ 1 വീഡിയോ ആയിരിക്കും, വർഷത്തിൽ 4 വീഡിയോ ആയിരിക്കും, പറയാൻ പറ്റില്ല. എന്തൊക്കെയാണ് ആൾക്കാർ കാണും, അത് ഉറപ്പാണ്. സ്റ്റോപ്പ് ചെയ്യില്ല ആൾക്കാർ, കണ്ട സന്തോഷം, പക്ഷെ സ്റ്റോപ്പ് ചെയ്യില്ല, ഒന്നും സ്റ്റോപ്പ് ചെയ്യില്ല. ഫ്യൂച്ചറിൽ ഇതൊന്നും ഒരു പ്ലാന്റെ പുറത്ത് ചെയ്യുന്നൊന്നുമല്ല. ഇത് ഇവിടെ എത്തിയാൽ ഇത് നിർത്താം, ഇത് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഫ്ലോ വിത്ത് ഗോ വിത്ത് ദ ഫ്ലോ പേഴ്സൺ ആണ് അല്ലേ? വെരി ഇൻട്രസ്റ്റിംഗ്. Now, one interesting thing we are going to do, you have to rate the characters. അതായത് അനന്തരാമൻ അപ്പൂപ്പനന്ദ വോയിസിൽ പറഞ്ഞിട്ടുള്ള ഫേമസ് ആക്കിയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ you have to rate on a scale of 1 to 5. Okay, so ഞാൻ ക്യാരക്ടേഴ്സിന്റെ പേര് പറയാം. 1 to 5 on the basis of how? On the basis of whatever you want. Oh, okay. Like how cool they are. That will be better. How cool they are, right? So ഒന്ന് ബാദ്ഷാ ഖാൻ. ബാദ്ഷാ ഖാൻ 10 on 5. 10 on 5. Too cool. Coolest of them all. പിന്നെ ദേവ്ജി. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. എല്ലാ ദേവ്ജി എന്താ ഇവരെല്ലാം ഓൾറെഡി ടു കൂളാ. ഇതിൽ ആരെ കൂളാ? ദേവ്ജി ഭയങ്കര കൂൾ. 5 on 5. മേജർ ശ്രീകുമാർ. ശ്രീകുമാർ ഒരു 2 on 5. കുറച്ചുകൂടെ കൂളാവാം. അതെ. ആളഴകൻ. അഴകൻ 6 on 5. പിന്നെ പ്രിൻസ് ലോറൻസ്. സീറോ. പ്രിൻസ് ലോറൻസ് കുറച്ചൊരു മണ്ടറെ പോലെ ആക്ട് ചെയ്തു. ബൽറാം താരാദാസ്. ബൽറാം അത്ര കൂളല്ല. ഓക്കെ. ബൽറാം ഒട്ടും കൂളല്ലാത്ത ഒരാളാണ്. താരാദാസ് ഭയങ്കര കൂളാണ്. നിങ്ങൾ ആര് വേണമെങ്കിലും ആയിക്കോളൂ, എനിക്കത് പ്രശ്നമല്ല. താരാദാസ് ഒരു 20 on 5. 20 on 5. ഓക്കെ. നമ്മുടെ ഒരു റിച്വൽ ആണ്. അതായത് ഒരു ഐ ജസ്റ്റ് വാണ്ട് യു ടു റൈറ്റ് സംതിങ് ഇൻ ദിസ് ഫോട്ടോ ഓഫ് യോഴ്സ്. ഒരു വെൽ വിഷിംഗ് പോലത്തെ എന്തെങ്കിലും. That was all I had for you. Thank you so much. And ഗ്രാനിയുടെ സക്സസ് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, ബിക്കോസ് ഐ നോ ഹൗ ബ്യൂട്ടിഫുൾ ദാറ്റ് മൂവി ഈസ്. ആൻഡ് ഒരു ബിഗിനറിന് പറ്റിയൊരു ഐ തിങ്ക് ദ വർക്ക് ഡൺ. ഇപ്പോൾ നമ്മുടെ ആ സൗണ്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ പട്ടീനെ ഒന്നും കാണിക്കുന്നില്ല, ഇറ്റ്സ് ജസ്റ്റ് സൗണ്ട്. അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് വെരി ഇംപ്രസീവ് ഫോർ എ ന്യൂ കമർ. ആൻഡ് ഐ തിങ്ക് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അനന്തരാമൻ അടുത്തത് എന്താ ചെയ്യാൻ പോകണമെന്നാണ്. ഇറ്റ്സ് അപ്പൂപ്പനന്ദ വോയിസിൻ്റെ വീഡിയോ ആയാലും നിസ്സാരായാലും അടുത്തൊരു പടമാണെങ്കിലും പീപ്പിൾ ആർ ലൈക്ക്, എൻ്റെ ഗ്രൂപ്പ് ചാറ്റിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ചാറ്റിലൊക്കെ വൺസ് ദ മൂവി വാസ് അതുപോലെ എടാ പടം ഇറങ്ങി പുള്ളി ഫൈനലി പടം ഇറക്കി. ഇത് അവർ അത്ര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നൊരു ഇതായിരുന്നു. സോ യു ഹാവ് എ ഗ്രേറ്റ് ഫാൻ ഫോളോയിങ്. ഐ ജസ്റ്റ് വോണ്ട് ടു റിമൈൻഡ് യു ദാറ്റ്. ഐ തിങ്ക് യു ആർ നോട്ട് അവെയർ. ഒരു യൂത്തിനെ ഭയങ്കര പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരാളാണ് അനന്തരാമൻ. ഐ ജസ്റ്റ് റിമൈൻഡ് യു ദാറ്റ്. സോ ദാറ്റ് വാസ് ഓൾ ഐ ഹാഡ്. And all the best, and I hope Granny hits 10 million in like 3-4 weeks. But yeah, thank you so much for joining.